ക്രിസ്മസിങ് ആകെയാ നവംബറിൽ എങ്ങനെ ആ ഒരു നവംബറിലെ സോംബർ മൂടൊക്കെ കളയണം എന്ന് പറഞ്ഞ് ജസ്റ്റ് നാവിങ്ങനെ വായിലേക്ക് ഇട്ടുള്ളപ്പോഴേക്കും ഡിസംബർ ആയി. ഇത്ര വേഗം പോകുന്നു കരുതിയുന്നില്ല. അത്രയും വേഗത്തിലാണ് ഡിസംബർ 1 ആയിരിക്കുന്നത്. ഇനി പൊട്ടപ്പെട്ടപ്പാന്ന് ഡിസംബർ 24 ആവും. നമ്മളിങ്ങനെ അയ്യോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചൊക്കെ ചിലപ്പോൾ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി 1 തീയതി സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ജസ്റ്റ് ഫോർ പീപ്പിൾ ലൈക്ക് മീ. സ്റ്റാർട്ട് ചെയ്യാത്ത അതിനെപ്പോഴുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കതിന് 6 days ആയിട്ടൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു 4 weeks ആയിട്ട് കൂട്ടി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 1 to 6 നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ക്ലീനിങ് ആൻഡ് ഡീക്ലട്ടറിംഗ് ആണ്. നമ്മൾ കുറേ നാളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളിൽ നമുക്കത് ആവശ്യമില്ല. ഒരു 3 മാസത്തിൽ കൂടുതൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിനർത്ഥം നമുക്കത് ബേസിക്കലി ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെയും എന്തൊക്കെയോ കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. സോ ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. അപ്പം അങ്ങനെ ഡീക്ലട്ടർ ചെയ്യുക, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു മാറ്റപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, സോഫ കവേഴ്സ്, കർട്ടൻസ്, ഇവ കാര്യങ്ങളൊക്കെ മാറ്റി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മൊത്തം പൊടിയൊക്കെ തട്ടി മാറാലോ ചുറ്റിയോ എന്താ വെച്ചാൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ആ ഒരു വീക്കിലെ കാര്യങ്ങളൊക്കെ ബേസിക്കലി കഴിഞ്ഞു. അത് ബെഡ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലിവിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും, അതുപോലെ കോറിഡോർസ് വരാന്തകൾ ഉണ്ടായിരിക്കും, കിച്ചൺ ഉണ്ടായിരിക്കും മെയിനായിട്ട്, പിന്നെ പുറത്തും ഉണ്ടായിരിക്കും. ഇതൊക്കെ ക്ലീനിങ്ങിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ 6 days കൊണ്ട് ഫസ്റ്റത്തെ വീക്കിൽ അത് തീർത്ത് വയ്ക്കുക. സെക്കൻഡ് വീക്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തട്ടമേൽ എടുത്ത് വെച്ചിരിക്കുന്ന ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരുപാട് ഡെക്കറേഷൻസും അതുപോലെ തന്നെ ഫുഡും ഒരുപോലെ ആവശ്യമായി വരുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. ഇൻഡോർ ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെ ഔട്ട്ഡോർ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ട്രീയും അതുപോലെ തന്നെ സ്റ്റാർസും ബാക്കി ലൈറ്റും കാര്യങ്ങളും പുൽക്കൂടും ഇതൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി പണികൾ അതിൻ്റെ പുറകിലുണ്ട്. പുൽക്കൂടാണെങ്കിലും പെട്ടിയൊക്കെ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചില രൂപങ്ങളൊക്കെ അതിരിക്കുന്ന ചില ഫേസസ് ഒക്കെ മോയ്സ്ചറൊക്കെ തട്ടിയിട്ട് ആകെ ചിലപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ടായിരിക്കാം, പൊട്ടി പാളിസായിട്ടുണ്ടായിരിക്കാം മാടുകളൊക്കെ ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്യുകയോ പുതിയ സെറ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഡെക്കോറൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് ബെല്ലും ഉണ്ടയൊക്കെ ഉണ്ടോ അതിനൊക്കെ എല്ലാ കിടതാപ്പുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് ഇല്ലാത്തത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോയി പർച്ചേസ് ചെയ്ത് ഇൻഡോറൊക്കെ ആണെങ്കിൽ ഡെക്കറേഷൻ നമുക്ക് സെക്കൻഡ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്കും കുക്കീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മെല്ലെ അതിൽ വേണ്ട ആവശ്യമായിട്ടുള്ള റേസിൻസും കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ടൈമാണ്. പിന്നെ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വൈൻ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളും അതൊക്കെ ക്ലിയർ ആക്കി വെക്കുക. മെല്ലെ വൈൻ വേണമെങ്കിൽ ഊറ്റിയെടുക്കാം. ഫോർത്ത് വീക്ക് അതായത് ഫൈനൽ വീക്കിൽ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അന്നത്തെ ഡേക്ക് വേണ്ടിയിട്ടുള്ള തലേ ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ള തിങ്കമീസും കാര്യങ്ങളൊക്കെ വെജീസോ ഫ്രൂട്ട്സോ വെജോ നോൺ വെജ് വാട്ടർ ഐറ്റംസ് ഇറ്റ് ഇസ് അതൊക്കെ എല്ലാം കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ പർച്ചേസ് ഒക്കെ 23rd ആകുമ്പോഴത്തേക്കും കഴിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കേക്ക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ബേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക. ദെൻ ഫൈനൽ ആയിട്ടുള്ള ക്ലീനപ്പ് കൂടെ ചെയ്ത് ബെഡ്ഷീറ്റ്സും സോഫ കവറൊക്കെ പുതിയതിട്ട് ടേബിൾ കവറൊക്കെ ഇട്ട് പറ്റുമെങ്കിൽ ടേബിൾ ആ ഒരു എന്താ പറയുക റണ്ണറൊക്കെ ഇട്ട് ഒരു ക്രിസ്മസ് അറേഞ്ച്മെന്റ് ഒക്കെ വെച്ച് അങ്ങനെ എന്താ പറയുക എന്നെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പറയുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന സമയമില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്തിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും.